അഭിഷേകം വളരും, നുകം വളരത്തില്ല. അത് ധ്യാനിച്ച് കേൾക്കുന്നവരാണെങ്കിൽ ആരാധിക്കാൻ വേറൊന്നും വേണ്ട. നിന്റെ മേൽ വന്ന അഭിഷേകമില്ലേ, അതിന് പ്രോഗ്രസ് ഉണ്ട്. പക്ഷെ ആ നുകം എല്ലാ കാലത്തും ഒരേപോലെ ഇരിക്കുകയുള്ളൂ. നീ ആ നുകത്തിന് ഒതുക്കാനൊക്കാത്ത അളവിൽ അഭിഷേകത്തിൽ വളർന്നാൽ നുകം തന്നെ പൊട്ടിക്കോളും. നമ്മൾ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നത് എന്തിനാണെന്നറിയാമോ? നുകം പൊട്ടട്ടെ, നുകം പൊട്ടട്ടെ, നുകം പൊട്ടട്ടെ. നുകം ഉണ്ടോ? പൊട്ടുന്നു. എന്നാൽ നേരെ തിരിച്ച് എന്റെ ഉള്ളിലുള്ള അഭിഷേകം ജ്വലിക്കട്ടെ, ദൈവശക്തി വർദ്ധിക്കട്ടെ, എന്നിലുള്ള കൃപാവരത്തിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമാകട്ടെ, അതിനെ ഫോക്കസ് ചെയ്താൽ ഇത് പൊട്ടിക്കോളും. ഒരു കഴുതയെ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. കർത്താവ് വന്നിട്ട് പറഞ്ഞു, കേട്ടഴിപ്പീൻ, എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്ന, ദൈവം നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നീ ഗൗരവമായി കാണാമെന്നുണ്ടെങ്കിൽ നിന്റെ മേലുള്ള നുകം ആ അഭിഷേകം പൊട്ടിച്ചു കളയും. അപ്പോസ്തലനായ പത്രോസിനെയൊക്കെ ആദ്യമായിട്ട് ജയിലിലിടുന്ന ഭാഗത്ത് വേദപുസ്തകം പറയുന്ന ഒരു ദൂതൻ വന്ന് കാരാഗൃഹം തുറന്നിട്ട് പറഞ്ഞു, പോയി പട്ടണത്തിൽ ചെന്ന് പ്രസംഗിക്കാൻ കൊള്ളാവുന്നവനാണോ നീ? നിന്റെ ജയില് കർത്താവ് ഉത്തരവാദിത്വം എടുത്ത് തുറന്നു തരും. നിനക്ക് പ്രാർത്ഥിക്കാൻ കൃപയുണ്ടോ? നിനക്ക് പ്രവചിക്കാൻ കൃപയുണ്ടോ? നീ പ്രാർത്ഥിക്കുക പോലും വേണ്ട, ദൈവ ഉത്തരവാദിത്വം എടുത്ത് നിന്റെ ജയില് പൊളിക്കുമെന്ന്.